ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഈ വീഡിയോയിലേക്ക്. അപ്പം ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞ് സംഭവം കണ്ടാലോ. നമ്മുടെ സ്കൂളൊക്കെ തുറക്കാറായില്ലേ ഗായ്സ്. അപ്പോൾ ഞാൻ ഈ വർഷം 4 ഗായ്സ്. അപ്പോൾ ഞാൻ ഈ വർഷം 4ലേക്ക് പോകുമ്പോൾ പുതിയ സാധനങ്ങളൊക്കെ മേടിച്ചില്ലേ, അത് എന്തൊക്കെയാണെന്ന് ഞാൻ കാട്ടിത്തരാവേ ഗായ്സ്. എന്തൊക്കെയാണ് ഞാനിപ്പോൾ കാട്ടിത്തരാം. ഞാൻ എൻ്റെ എല്ലാം എടുത്തു വെച്ചേക്കുമായിരുന്നു. സെക്കൻഡ് എടുത്തു വെച്ചത് എനിക്കറിയാൻ പാടില്ല. എടുത്തു വെച്ചേക്കായിരുന്നു കേട്ടോ ഗായ്സ്. ഞാൻ കാട്ടിത്തരാം എന്തൊക്കെയാണ് സാധനങ്ങൾ. ബാഗ് ഗായ്സ്, ഇതാണ് എൻ്റെ ഈ വർഷത്തെ പുതിയ ബാഗാണ്. നമുക്ക് ഈ ബാഗിൽ കണ്ടോ, ഒരു വശത്ത് വാറണ്ടി ഉള്ള ബാഗാണ്. അപ്പം എൻ്റെ ഈ ബാഗിൻ്റെ സിബിൻ്റെ എണ്ണം 1 2 3 4 5 സിബ്സാണ് ഗായ്സ് ടോട്ടലി എനിക്ക് ഉള്ളത്. ഗായ്സ് സിബ് ഈ ഫസ്റ്റത്തെ കള്ളി തുറന്നാൽ തന്നെ അറിയാം എൻ്റെ പിങ്ക് ഫയൽ, പിന്നെ BTSൻ്റെ 2 സ്ലിപ്പിൻ്റെ ഇതുമാണ് ഫസ്റ്റത്തെ കള്ളി തുറന്നത്. അപ്പോൾ ഗായ്സ് സെക്കൻഡ് കള്ളി തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ ലഞ്ച് ബാഗും ഈ എൻ്റെ കുപ്പിയും കാണാം. കാരണം ഇത് ഇങ്ങനെയാണ് എൻ്റെ ലഞ്ച് ബാഗ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നടക്കാം. അങ്ങനെ നമുക്ക് 2 തല ഇട്ടിട്ട് ഇങ്ങനെ നടക്കാം. പിന്നെ കുപ്പി ഇങ്ങനത്തെയാണ് കേട്ടോ. ഇതാണ് എൻ്റേത്. സെക്കൻഡ് എൻ്റെ അച്ഛമ്മ എൽഡർ അനിയൻ്റെ കണ്ടോ, അയൺമാനാണ് കണ്ടോ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അയൺമാൻ. എൻ്റെ ബ്ലാക്ക് വൂവോ എന്നാണ്ട് സംഭവമാണ്. പിന്നെ എൻ്റെ ലെൻസ് ബാഗിന് ഒരു സിബ് ഉണ്ട് കേട്ടോ. തുറന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ വർഷം പേനയാണ്. 4ാം ക്ലാസ് തൊട്ട് എനിക്ക് പേനയാണ്. ഒരു ബ്ലാക്ക് പിങ്ക് കളർ പേന മേടിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഒരു സ്കെയിൽ മേടിച്ചത് എൻ്റെ ഉള്ളിലേക്ക് ഇടച്ചിട്ടുണ്ട്. ഇതച്ചിട്ട് ഇവിടെ ഇങ്ങനെ കേട്ടോ. ഇനി നമ്മളിത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ മൂന്നാമത്തെ കള്ളി തുറന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല ഗൈസ്, എക്സ്ട്രാ ഒരു സിബുണ്ട്. മൂന്നാമത്തെ കള്ളി തുറന്നു കഴിഞ്ഞാൽ 4ാമത്തെ കള്ളി കാണാം. 4ാമത്തെ കള്ളിയിൽ ഗൈസ് എന്തൊക്കെ കേട്ടിച്ച് വെച്ചാൽ എൻ്റെ ഈ വശത്തെ 25 ക്രയോൺസും ഉണ്ട്. എൻ്റെ വശത്തെ 25 ക്രയോൺസ് ഉണ്ട് ഇതിൽ. അതാണ് ഫസ്റ്റാണ്. പിന്നെ എനിക്ക് ഇതിനുള്ള ഫ്രീ ആയിട്ട് ഒരു പൗച്ച് എത്തി. നല്ല ക്യൂട്ട് പൗച്ചാണ്, നല്ല ഡ്രസ്സാണ് ഇതിൽ യൂസ് ചെയ്യാൻ. ഞാൻ ഓപ്പൺ ചെയ്ത് കാട്ടിത്തരാം. ഓപ്പൺ ചെയ്ത് കാട്ടുമ്പോൾ ഇതിൽ ഒന്നല്ല, നമുക്ക് പൗച്ച് ഫ്രീ ആയിട്ടാണ് കിട്ടിയത് കേട്ടോ. ഫ്രീ ആയിട്ട് കിട്ടിയതാണെന്നാണ് എൻ്റെ ഇത്. ക്രോസ് ചെയ്യാനാണ്. ഇത് ക്രോസ് ചെയ്ത് നമുക്കിത് വലിയ കളി ക്രോസ് ചെയ്യാവേ. വലിയ കളി ക്രോസ് ചെയ്ത് ഫൈനൽ ഗാസ് ലാസ്റ്റായിട്ടൊരു ഇതാണ് പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്പെഷ്യൽ സാധനമുണ്ട് ഗാസ്. ഇതാണ് സ്പെഷ്യൽ സാധനം. എൻ്റെ ഈ വശത്തെ പുതിയ പൗച്ച് നല്ല ക്യൂട്ടാണ്. കാട്ടിത്തരാൻ ഗായ്സ്. ഇതൊക്കെ ക്യൂട്ടാണ്. തൊടുമ്പോൾ തന്നെ ഈ പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ കൊതിയാവും. ഇങ്ങനത്തെ മേടിച്ചില്ല. ഇത് മേടിച്ചത് ഈ കോതമംഗലത്തുള്ള മൂലൻസ് എന്ന് പറഞ്ഞ സംഭവമില്ല, അവിടുന്ന് ഈ ജിയോ പെട്രോൾ പമ്പിൻ്റെ അടുത്തുള്ളത്, ഈ കോതമംഗലത്ത് ഏരിയയിലുള്ളത്, ഈ ഉടുപ്പിയിലൊക്കെ അടുത്തായിട്ട് വലിയ സൂപ്പർ മാർക്കറ്റില്ല മൂലൻസ് എന്ന് പറയണത്. അവിടെ നിന്നാണ് ഗൈസ് ഇത് ഞാൻ മേടിച്ചത്. നമ്മളെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. എൻ്റെ അനിയൻ്റെ ടാഗ് ഇതാണ്, ഒരു ബ്ലൂ കളറാണ് ഗൈസ്.
അനിയന് 1 2 3 4 സിബാണ് അവനെ. എന്താ സിബ് 1 2 3 4 സിബാണ് വന്നത് എൻ്റെ അനിയന്. ഫസ്റ്റത്തെ സിബ് തുറന്നാൽ അവിടെ ഒന്നും വച്ചിട്ടില്ല തോന്നുന്നത്. നല്ല ഗ്രീൻ കളറാണ് ഗായ്സ്. പിന്നെ എനിക്ക് ക്ലോസ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് തുറക്കാം. സെക്കൻഡ് ഒന്നും തന്നെ അവൻ്റെ ലെൻസ് ബാഗാണ് കേട്ടോ. ഇതും എൻ്റെ അതേ കളറാണ് ഗൈസ്. എൻ്റെ ലെൻസ് ബാഗിൻ്റെ കളറ് ഒരു ഗ്രേ കളർ മോഡാണ്. പക്ഷേ ഇവൻ്റെ ഈ ബാഗ് മാച്ച് ആ കളറാണ്, ബ്ലൂ ആണ് ഗൈസ്. പിന്നെ അവൻ്റെ പൗച്ച് അതിൻ്റെ തന്നെ സ്പേസിൻ്റെ ഇച്ചിരി ക്യൂട്ടാവാത്ത ഈ ബോയ്സിനൊക്കെ പറ്റിയതൊക്കെയുള്ള, അല്ലെങ്കിൽ ഈ ഗേൾസിന് ചിലവർക്ക് പറ്റുന്നത് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ തന്നെ ഈ ക്യൂട്ടാണ് ഒത്തിരി മേടിക്കുക. എനിക്ക് ഞാൻ ക്യൂട്ടിനെ കൊണ്ടൊന്നും താല്പര്യം. എനിക്ക് സെക്കൻഡ് ഇങ്ങനത്തെയാണ് കേട്ടോ. കാരണം സെക്കൻഡ് ഇങ്ങനത്തെ സ്പേസിലാണ് നമ്മളിത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കളിയും കൊണ്ട് നമ്മൾ ക്ലോസ് ചെയ്യാം ഗൈസ്. അത് കഴിഞ്ഞ് ഇത് തുറന്ന് നോക്കുമ്പോൾ നോർമലി ഒന്നുമില്ല കേട്ടോ. പിന്നെ അവൻ്റെ നെയിൽ സ്ലിപ്പ് ഫ്രൂട്ട്സിൻ്റെ ആണ്. അവൻ്റെ നെയിൽ സ്ലിപ്പ് ഫ്രൂട്ട്സിൻ്റെയും എൻ്റെ ബീറ്റീസിൻ്റെ ആട്ടോ. പിന്നെ അവൻ്റെ ഫയല് പീച്ച് ഓറഞ്ച് എന്ന ഷെയ്ഡിലേക്കാണ്. എൻ്റെ പിങ്ക് കളറാണ്. കഴിഞ്ഞ വർഷത്തെ എൻ്റെ പച്ചയും കഴിഞ്ഞ വർഷത്തെ ബ്ലൂ ആയിരുന്നു. എന്നിട്ട് ഈ വർഷം അപ്പോൾ അമ്മ പറഞ്ഞ് പീച്ച് ഞാൻ വേണ്ട പറഞ്ഞു. അപ്പോൾ ബ്ലൂ എടുക്കാൻ പോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ കഴിഞ്ഞ വർഷം ബ്ലൂ അല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ചെക്കന് ബ്ലൂ ഇല്ലെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ഈ ചെക്കൻ്റെ ഒരു കളറില്ല. എൻ്റെ ക്രയോൺസിൻ്റെ കൂടെ മേടിച്ച് ഒരു കളർ ഉണ്ടായിരുന്നു ഗൈസ്. അമ്മ കാണല്ല, ഞാൻ എവിടെയാണെന്നൊക്കെ നോക്കുവാണ് കേട്ടോ. തുണിയുടെ കൂട്ടത്തിലാണ് ഞങ്ങൾ കൊണ്ടുവച്ചത്. പിന്നെ ഞങ്ങൾ ഈ വർഷം ഞങ്ങൾക്ക് എപ്പോഴും ടൂറും പോയി കണ്ടിട്ട് ഈ ബാഗാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഈ വർഷം പോയിപ്പിച്ച് അപ്പോൾ അച്ഛനെ ലാപ്പ് ഇട്ടുകൊണ്ട് ഉള്ള ബാഗ് അച്ഛന് കയറിപ്പോയി. അപ്പോൾ അച്ഛൻ ലാപ്പ് ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടി ഒരു വെറൈറ്റി ബാഗ്. ഇതാണ് ഗൈസ് ആ ബാഗ്. ബാഗിന് സിബ് 1 2 3 4 5 സിബ് ഉണ്ട്. ഞങ്ങൾ ചുള്ളിലല്ലേ അല്ല 5 സിബ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് സിബ് വന്നു കഴിഞ്ഞാൽ ഈ ലാപ്പ് ഇട്ടുകൊണ്ട് പോകണ്ടല്ലോ. അപ്പം അതിന് വേണ്ടിയുള്ള ഈ ലാപ്പ് ഇടാൻ വേണ്ടിയുള്ള സ്പേസ് ഉണ്ട്. ഈ ലാപ്പ് ഇങ്ങനെ സൂക്ഷിച്ചായിട്ട് എടുത്ത് വയ്ക്കണ്ടേ, അതിന് വേണ്ടിയുള്ള സ്പേസ് ഇവിടെ ഇതിലേക്ക് വച്ചിട്ടുണ്ട്. അതാണ് ഫസ്റ്റത്തെ കളി. പിന്നെ നമുക്ക് വെള്ളം കൊണ്ടുപോകണമെങ്കിൽ ഇപ്പുറത്തും നമുക്ക് വെള്ളം വയ്ക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നടക്കിലത്തെ കളി തുറന്നു കഴിഞ്ഞാൽ നടക്കുന്ന കളിയിലൊന്നുമില്ല. ഈ ഇതിൻ്റെ കൂടെ കിട്ടിയിട്ട് കവറാണ് ഗായ്സ്. അതാണ് നടക്കിലത്തെ കളിയിലുള്ളത് കേട്ടോ. നടക്കില കളിയിൽ പിന്നെ നോർമൽ നമുക്ക് ഡേറീസ് അച്ഛൻ്റെ ഈ കണക്ക് എഴുതാനുള്ള ഡേറീസ് ഒക്കെ നമുക്ക് ഇവിടെ വയ്ക്കാം. പിന്നെ സെക്കൻഡ് കളി വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ബോക്സ് പെന്ന് അതൊക്കെ ഇടാൻ വേണ്ടിയുള്ള സ്പേസ് ഉണ്ട് നമുക്ക് ഈ തേർഡ് കളിയിൽ കേട്ടോ. പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് തന്നെ നാലാമത്തെ കളി ഇതേപോലത്തെ സൈഡ് സെക്കൻഡ് പോലത്തെ. പക്ഷേ ഇത് ഇവിടെ കള്ളി ഉണ്ടെന്ന് തോന്നില്ല കേട്ടോ. ഇങ്ങനെ കണ്ടോ ഇതേപോലെ തയ്ച്ച് വെച്ചേക്കണുണ്ട്. ഇത് തുറന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമുക്കിങ്ങനെ സാധനങ്ങൾ ഇത്രയും വലിയ സ്പേസാണ് കേസിൻ്റെ ഉള്ളിൽ എന്ത് വേണമെങ്കിലും എടുത്ത് വയ്ക്കാം. പിന്നെ അഞ്ചാമത്തെ ഇതെവിടെയാണെന്ന് പറയുമ്പോൾ കണ്ടോ ഇവിടെയാണ് ഈ ജാക്കറ്റ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ മഴ പെയ്യുവാണെങ്കിൽ നമുക്ക് ഇതിങ്ങനെ എടുക്കുക, ഇങ്ങനെ ക്ലോസ് ചെയ്യുക. ഇത് നമുക്ക് എടുത്തിട്ട് ഇങ്ങനെ ഇതുപോലെ ബാഗ് ഇങ്ങനെ മൂടുക. അത്രയും പ്രയോജനം. അപ്പം ലാപ്പൊക്കെ ഉള്ളതാണേ. ഈ നമുക്ക് മഴയത്ത് പോകുമ്പോൾ ഇത് ഇട്ടുകഴിഞ്ഞാൽ ഈ ബാഗിനുള്ളിലേക്ക് വെള്ളം കയറില്ല. അപ്പോൾ നമുക്ക് ആ ലാപ്പ് നനയാണ്ട് വെള്ളം കയറാണ്ട് ഇരിക്കും. അതിന് യൂസ്ബിൾ ആവുന്നതാണ് ഈ ബാഗ് വെച്ച കേട്ടോ. പച്ചക്കിൻ്റെ പെൻസിൽ കാണാനുണ്ട് ഈ മുകളിൽ. എനിക്കതാണ് മേടിക്കാൻ താല്പര്യം. അപ്പോൾ ഞാൻ അതിന് 12 ഇങ്ങോട്ടുള്ളൂ. അപ്പോൾ എനിക്കൊരു 25 എനിക്ക് ആദ്യം കഴിഞ്ഞ വർഷം മേടിക്കുന്നതായിരുന്നു. പക്ഷെ ഞങ്ങൾ വേറെ മേടിച്ചത്. അമ്മ പറഞ്ഞു കുഞ്ഞു ക്രയോൺസിനെ മേടിച്ചതിന്. അപ്പോൾ
അമ്മ ഇത് മേടിച്ച് കൊടുത്തു. അപ്പോൾ സെക്കൻഡ് ഇത് രണ്ടും ആയിരുന്നു കേട്ടോ. ഇതായിരുന്നു രണ്ടാമത് ഷാർപ്പ്നറുള്ളത് ആയിരുന്നു എനിക്ക് സെക്കൻഡ് മേടിച്ച് തന്നത്. ഇതിൽ എത്ര ഉണ്ട്? ഇതിൽ 13 ഗൈസ് ഉള്ളത്. എക്സ്ട്രാ കളറ് നമുക്ക് ഗ്രേ ഈ സിൽവർ ഗ്രേ കളറില്ല, അതാണ് എക്സ്ട്രാ കിട്ടിയിട്ടുള്ളത്. അതും കൂടി കിട്ടിയില്ലെങ്കിൽ 12 ആയിരുന്നു ഉള്ളത്. എനിക്കും ഇതാണ് മേടിക്കാനിരുന്നത്. പക്ഷേ എൻ്റെ ഡാൻസ് ക്ലാസ് പഠിക്കുന്ന ഒരു കൊച്ചിനും പിന്നെ എൻ്റെ ട്യൂഷൻ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിനും ഇതായിരുന്നു. അപ്പോൾ എനിക്ക് അന്നേരം ഇത് മേടിക്കാനുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് മേടിക്കാൻ പെട്ടെന്ന് ഒരു കണ്ണും പോയപ്പോൾ എൻ്റെ പണ്ടത്തെ ഓർമ്മ വീണ്ടും ഒരു കൊച്ചൊരു ഇതായി തന്നു. അപ്പം ഞാൻ ഇത് മേടിച്ചു ഗൈസ്. അങ്ങനെയാണ് ഇത് ഞാൻ മേടിച്ചത്. പിന്നെ വേറൊന്നുമില്ല ഗൈസ്. എൻ്റെ സ്കൂൾ സാധനം കാട്ടാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് ഒരു വീഡിയോ ഇട്ടത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എൻ്റെ ചാനലിൻ്റെ പേര് തന്നെ മാറ്റിയത്. കുറേ അതിലേക്ക് കേസായിരുന്നു, വാട്സായിരുന്നു, പൊന്നുമായിരുന്നു. ഫൈനലി ഞങ്ങൾ ഡിജിറ്റൽ ഒരു പേര് ഉറപ്പിച്ചു. ആ പേര് എന്നാന്ന് അറിയുമ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ കാണുമ്പോൾ നിങ്ങൾക്കറിയാലോ പേര്. നിങ്ങൾ വായിച്ചല്ലോ, പുതിയ പേരാണ് മിക്കീസ് വിത്ത് ഹൈടെക് വാച്ചി ആൻഡ് കിച്ചു എന്നാണ് പേര്. ഇന്ന് അവനുണ്ടായിരുന്നത് ഞാൻ ഉടക്കിയിരിക്കുമ്പോഴാണ് ഇടയ്ക്കിടയ്ക്ക് മിക്കിയുടെ ചാനൽ മിക്കീസ് മൈ പേജ്, മിക്കിയുടെ ചാനൽ ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ. പിന്നെ ഫോട്ടോ ഞാൻ എൻ്റെ പണ്ടിട്ട് ഫോട്ടോ തന്നെയാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഫോട്ടോ ഇപ്പോൾ തന്നെ മാറ്റും. പിന്നെ ആ ഫോട്ടോ ആയിരിക്കും ഡെയിലീസ്. നമുക്ക് ഇനി എന്നും രാത്രി ഒരു വീഡിയോ ആയിട്ട് കാണാം. കണ്ണാടി മുമ്പിൽ വെക്കുന്നത് ഹായ് ട്രിപ്പിളായിട്ട് ഗൈസ് കാണാം. അപ്പം ഇതേപോലെയാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്നും മറക്കരുത്. അപ്പോൾ ബൈ, ഗെറ്റ് സെറ്റ്, സണി ഔട്ട്.